ഹലോ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ അറിയായിരിക്കും ഐഷു ജോമും. നമുക്കറിയാലോ. ഇപ്പൊ ഇൻസ്റ്റയിൽ കുറെ ട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ ഇൻസ്റ്റ എടുത്തപ്പോ ഒരു വീഡിയോ കണ്ട് പിന്നെ ഒരു മുക്കാച്ചെമ്പ് ബിരിയാണി തിന്ന് അവര് ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അരുൺ ജെ, നീയാണോ? അതെ, ഞാനാണ്. ഇവരെ വിചാരം ഇവര് വലിയ പെർഫെക്റ്റ് ആണ്. മുക്കാച്ചെമ്പ് ബിരിയാണി തിന്ന് അവര് ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. തനിക്കൊരു വിചാരമുണ്ട്, താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്. ഒരുമാതിരി നമ്മളുടെ കണ്ടന്റ് എടുത്ത് ഓവറായിട്ട് നിങ്ങൾ ഇങ്ങനെ ട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ഒരു കാലത്ത് ഇങ്ങനെ ആയിരുന്നു. നമ്മുടെ മുറ്റത്ത് മുല്ലക്ക് മണമില്ല, എന്താന്നറിയില്ല. നീ എന്താ തുടങ്ങി? നീ ഒരു ക്രിയേറ്റർ അല്ലേടാ? ഒരു ബേസിക് ഹ്യൂമൻ ഡീസൻസി കാണിച്ചുകൂടി? ഒരു വെടിയും മിന്നലും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അന്ന് ഞാൻ വളരെ ക്രൂരമായി നിന്നോട് പെരുമാറി, എന്നോട് ക്ഷമിക്കാം. നിന്ന് നമ്മള് മണ്ടന്മാരെന്നുള്ള രീതിയിലാണ് നീ ട്രീറ്റ് ചെയ്ത്. എന്തോ നീ ഉദ്ദേശിച്ചേ? എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നെ ഒരു മുക്കാച്ചെമ്പ് ബിരിയാണി തിന്ന് അവര് ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് പറഞ്ഞപ്പം മൂഞ്ചിപ്പോയി. നാട്ടുകാരെല്ലാം കൂടി അവനെ എടുത്തങ്ങ് പൊങ്കാലിട്ട്. അതാണ് നിലം തൊട്ടില്ല, ഓട്ടായിരുന്നു ഓട്ടം. എന്താണ് കച്ചവടം ഉറപ്പിച്ചു എന്നുള്ള രീതിയിലൊക്കെ നടക്കുന്ന ആരെയാണ് കച്ചവടം നടത്തിക്കുന്നത്? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയൂ. അറിയോ എന്റെ അമ്മയുടെ ഞങ്ങളുടെ ഭാര്യയാണ്. ഇന്റർ കാസ്റ്റ് മാരേജ് ആയിരുന്നു. എങ്ങനെ പരിചയം? ഇയാൾക്ക് എന്താ ഭ്രാന്താണ്? ജനങ്ങളെ കുറ്റം പറയാൻ പറ്റത്തില്ല, ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. അത് അറഞ്ചം പുറഞ്ചം ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ തെരുവിളികളായിരുന്നു. സമയദോശ എനിക്കല്ലേ കണ്ടില്ലേ? കറക്റ്റ് കല്യാണ സമയത്ത് തന്നെ കരിയറിൽ ഒരു കറ വീണത്. കുറച്ച് മാന്യമായി സംസാരിക്കാം. ഈ ബന്ധം അധികം പോവില്ല. കല്യാണം കച്ചവടമെന്നോ സംസ്കാരമുണ്ട്. അല്പൻ ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രിയിലും കുട പിടിക്കും. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. മോൻ ചെയ്തതിനുള്ളതൊക്കെ ദൈവം തിരിച്ചു തരും. കാര്യങ്ങൾക്ക് ഒരു തീരുമാനമായിരിക്കുകയാണ്. മുക്കാച്ചെമ്പ് ബിരിയാണി തിന്ന് അവര് ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. പോലീസുകാരാണ് തമാശ. നിന്നെ ഞാൻ ഇടിച്ചിടിച്ച് മന്ത്രിയാക്കുന്നു.